കൊച്ചിയിൽ നിന്ന് ഒരു കൊലപാതക വാർത്ത നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. കൊച്ചിയിൽ റെയിൽവേ ട്രാക്കിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊച്ചി വൈറ്റ്ല ഫ്ലൈ ഓവറിന് താഴെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകമെന്ന് സംശയിക്കുന്നതായി പോലീസ്. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഉമേഷ്, രാവിലെ തന്നെ ദാരുണമായ ഒരു വാർത്തയാണ് എത്തുന്നത്. റെയിൽവേ ട്രാക്കിൽ ഒരു യുവതിയുടെ മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നു എന്ന വാർത്ത എത്തുന്നു. കൊലപാതകം എന്ന സംശയമാണോ പോലീസ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്? അതെ മനു, അങ്ങനെ ഒരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. ഈ വൈറ്റ്ല ഫ്ലൈ ഓവറിൻ്റെ താഴെയാണ് ഈ മൃതദേഹം കാണുന്നത്. ഒരു സ്ത്രീയുടെ മൃതദേഹമാണ്. ഈ ട്രാക്കിൽ തല വെച്ച നിലയിലാണ് ഈ മൃതദേഹം കാണുന്നത്. പക്ഷേ ഇത് ട്രെയിൻ കടന്നു പോകുന്ന ഒരു പാളത്തിലല്ല ഈ മൃതദേഹം ഇപ്പോൾ ഉള്ളത്. ഇതാണ് ഈ കൊലപാതകം ആണോ എന്ന സംശയത്തിലേക്ക് പോലീസിനെ എത്തിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ട്രെയിൻ തട്ടിയതോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതോ ആയിരുന്നെങ്കിൽ മൃതദേഹം കൂടുതൽ പരിക്കുകൾ കാണപ്പെട്ടേനെ, ഛിന്ന ഭിന്നമാകാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ ഇത് അത്തരം പരിക്കുകൾ ഇല്ല എന്നുള്ളതാണ് പ്രാഥമിക പരിശോധനയിൽ പോലീസിന് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കൊലപാതകമാണോ എന്ന സംശയത്തിലേക്ക് പോലീസ് എത്തുന്നത്. പക്ഷേ അത് ഉറപ്പിക്കാറായിട്ടില്ല. കൂടുതൽ വിശദമായ പരിശോധന വേണം. ഫോറൻസിക് വിദഗ്ധരടക്കം എത്തേണ്ടതുണ്ട്. ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തണം. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഇൻക്വസ്റ്റ് അടക്കം ഇനി നടക്കേണ്ടതുണ്ട്. ഇൻക്വസ്റ്റ് നടക്കണം. അതിനുശേഷം പോസ്റ്റ്മോർട്ടം വേണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായിരിക്കും എന്താണ് മറ്റെവിടെയെങ്കിലും വെച്ച് കൊലപ്പെടുത്തിയിട്ട് ഇവിടെ കൊണ്ടിട്ടതാണോ എന്ന സംശയമാണോ പോലീസ് പറയുന്നത്? അതോ ഇപ്പോൾ ആ പ്രദേശത്ത് നിൽക്കുമ്പോൾ അവിടെ ബലപ്രയോഗത്തിൻ്റെതോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു കൊലപാതകമെന്ന് സംശയിക്കേണ്ട തരത്തിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ ആ മൃതദേഹം കിടക്കുന്ന പ്രദേശത്ത് കാണാനുണ്ടോ ഉമേഷ്? മനു ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൊലപ്പെടുത്തിയ ശേഷം ഒരുപക്ഷെ ട്രാക്കിൽ കൊടന്നിട്ടതാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ മൃതദേഹം കിടക്കുന്നതും അതിൻ്റെ പരിസര പ്രദേശങ്ങളും നോക്കുമ്പോൾ അങ്ങനെയാണ് ബോധ്യപ്പെടുന്നത്. കാരണം ഇത് ട്രെയിൻ വേഗത്തിൽ കടന്നു പോകുന്ന പാളത്തിലൊന്നുമല്ല ഈ മൃതദേഹം കിടക്കുന്നത്. തൊട്ടടുത്ത് ഈ കാട് മൂടി കിടക്കുന്നത് പോലൊരു ഭാഗം ഉണ്ട്. എവിടെയെങ്കിലും വെച്ച് കൊലപ്പെടുത്തിയ ശേഷം ഈ ട്രാക്കിലേക്ക് കയറ്റി വെച്ചതുപോലെയാണ് പ്രാഥമികമായ പരിശോധനയിൽ നമുക്ക് തോന്നുക. പക്ഷേ എന്താണ് സംഭവിച്ചതെന്നുള്ളതിൽ ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. ഇത് ഇന്ന് പുലർച്ചെ ഇതുവഴി കടന്നുപോയ അമൃത എക്സ്പ്രസിൻ്റെ ലോക്കോ പൈലറ്റാണ് ഇങ്ങനെ ഒരു മൃതദേഹം ഇവിടെ ഉള്ളതായി കണ്ടത്. ഇങ്ങനെ ഒരു ട്രാക്കിൽ ഒരു മൃതദേഹം കിടക്കുന്നതായി കണ്ടത്. അതിനുശേഷം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്റ്റേഷനിലും പിന്നീട് പോലീസ് സ്റ്റേഷനിലുമൊക്കെ ഈ വിവരങ്ങൾ കൈമാറുകയായിരുന്നു. അങ്ങനെയാണ് ഇത് ഇങ്ങനെ ഇത്തരത്തിലൊരു സംഭവം പിന്നീട് പുറം ലോകം അറിഞ്ഞത്. ഈ ചേട്ടൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു? എങ്ങനെ മൃതദേഹം എപ്പോഴാണ്? രാവിലെ നാട്ടുകാർ പറഞ്ഞറിഞ്ഞ് വന്നോന്നുള്ളൂ, അല്ലാണ്ട് എനിക്ക് അറിയില്ല കാര്യങ്ങൾ ആരാണെന്ന് എന്താണെന്നും. ഇങ്ങനെ എപ്പോഴാണ് കണ്ടത്? ഞാൻ ഇത് രാവിലെ അറിഞ്ഞത്, ഇപ്പോൾ ജോലിക്ക് വഴി അറിഞ്ഞത്. ഇത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ആത്മഹത്യ കഴിഞ്ഞ ആൾക്കാർ ഇരിക്കുന്നത് മെയിൻ സ്ഥലമാണ്. അത് തന്നെ ഇപ്പോൾ ഈ കുറേ സ്കൂളുകൾ, ലക്ഷ്യ പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നേക്കണം. എന്നാൽ രാത്രി കഴിഞ്ഞാൽ ആൾക്കാർ സഞ്ചരിക്കാത്ത സ്ഥലമാണ്. അതുകൊണ്ട് രാത്രി കഴിഞ്ഞ് ഈ പാലത്തിൻ്റെ അടിയിൽ ഈ പഠിക്കുന്ന പിള്ളേർ, ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൺപിള്ളേരും പെൺപിള്ളേരും, നമ്മൾ പലപ്പോഴും ഇത് ശ്രദ്ധിക്കാറുണ്ടില്ലേ. എന്ന് വെച്ചാൽ നമ്മൾ നാട്ടുകാർക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ഥലമായി മാറിയിരിക്കുന്നത്. അത് കാരണം നാട്ടുകാർ ഇതിൽ അധികം സഞ്ചരിക്കാറില്ല. സന്ധ്യ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആരും പോകാറില്ല. സാമൂഹ്യ വിരുദ്ധരുടെ മെയിൻ സ്ഥലമാണിത്. അതായത് ഇപ്പോൾ കണ്ടറിയാം, ഓരോ പില്ലർ കണ്ടറിയാം. അതിൻ്റെയൊക്കെ താഴത്ത് പോയി നോക്കിയറിയാം, നിറച്ച് മദ്യക്കുപ്പിയും മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൻ്റെ ഇത്. ഞങ്ങൾ അതിനെതിരെ നാട്ടുകാർ പല പ്രാവശ്യം ഇടപെട്ട് സാമൂഹ്യ വിരുദ്ധരെ മദ്യപിക്കുന്ന ആൾക്കാരെ നമുക്ക് എണീപ്പിച്ചു വിടാനേ പറ്റുള്ളൂ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ആ ട്രാക്കാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും നമുക്ക് മെനക്കെട്ട് നടക്കാൻ പറ്റില്ല. ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെയിൽവേ ട്രാക്കിൻ്റെ അപ്പുറം വരുന്നത്, ഒരു ഭാഗം വരുന്നത് കടവന്ത്ര, ഇപ്പുറം ഭാഗം വരുന്നത് മരട്, ഇതിൻ്റെ ഇപ്പുറം വരുന്നത് പാലാരൂട്ടോ. അങ്ങനെ 3 പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വന്നാണ് ഈ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കുക, പോലീസുകാർ ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലവും. ഇപ്പോൾ വന്നേക്കണ മരട്. ആ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തെ സൈഡ് വരുമ്പോൾ കടവന്ത്രയായി, ഇപ്പുറത്തേക്ക് വരുമ്പോൾ പാലാരൂട്ട്. മരിച്ചയാള് മലയാളിയാണോ അതോ അങ്ങനെയുള്ള വല്ലതും ആണെന്ന് ഇപ്പോൾ ഈ ഇങ്ങനെ വാണിംഗ് ടേപ്പൊക്കെ കിട്ടിയിട്ടേക്കണത് നമുക്ക് ആളുടെ മുഖം നോക്കാൻ പറ്റിയിട്ടില്ല. സാധാരണ നമ്മൾ നാട്ടുകാരെ ഐഡൻറ്റിഫൈ ചെയ്യണതാണ്. നമ്മൾ പോലീസുകാരുടെ പെർമിഷൻ ഇല്ലാണ്ട് നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. മനു, അതാണ് ഇത് ആരാണ് മരിച്ചതെന്ന് സംബന്ധിച്ച് ഇപ്പോഴും സൂചനകളൊന്നുമില്ല. 40-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള ഒരു സ്ത്രീ എന്നുള്ളത് മാത്രമാണ് ലഭിക്കുന്ന വിവരം.
ഈ പറഞ്ഞതുപോലെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. മരട് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും അടക്കം നടക്കും. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മനു, ഈ ചുറ്റുവട്ടത്ത് ഇപ്പോൾ ആ മൃതദേഹം കിടക്കുന്നതിന്റെ ചുറ്റുവട്ടത്ത് വീടുകളൊന്നും ഇല്ല എന്ന് തോന്നുന്നല്ലേ? കുറച്ച് അകലെ മാറിയാണ് ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളുള്ളതെന്ന് തോന്നുന്നല്ലേ? അതെ, ഇത് യഥാർത്ഥത്തിൽ ജംഗ്ഷനാണ്. വൈറ്റ്ല ജംഗ്ഷനിൽ തന്നെയാണ്. ഈ ഫ്ലൈ ഓവറിൻ്റെ താഴെയാണ്. പക്ഷേ റെയിൽവേ ട്രാക്ക് ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് വീടുകളില്ല. നമുക്ക് നോക്കിയാൽ അറിയാം, തൊട്ടപ്പുറത്ത് കടമുറികളും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ രാത്രിയായാൽ ഒരു ഒറ്റപ്പെട്ട സ്ഥലം പോലെ തന്നെയാണ് ഈ മേഖല. കാരണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അല്പം മുമ്പ് നാട്ടുകാരടക്കം സംസാരിച്ചപ്പോൾ പറഞ്ഞു, സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ട്, ഈ പാലത്തിന് താഴെ അവർ താവളമായി കാണാറുണ്ട് ഈ സ്ഥലം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിലൊരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഇത് കൊലപാതകമാകും എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. പക്ഷേ അത് ഉറപ്പിക്കണമെങ്കിൽ കൂടുതൽ പരിശോധനകൾ വേണം. ഫോറൻസിക് പരിശോധനയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ പുറത്തു വന്നാൽ മാത്രമേ ഇത് കൊലപാതകം ആണ് എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും പുലർച്ചെ ലോക്കോ പൈലറ്റാണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ പോലീസ് എത്തി പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇൻക്വസ്റ്റും അതിനുശേഷം മൃതദേഹം ഇവിടെ നിന്ന് മാറ്റി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ആരംഭിക്കും. ശരി ഉമേഷ്. ഉമേഷാണ് ഈ വിവരങ്ങൾ നൽകിയത്. രാവിലെ നമ്മൾ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലായ്മ തോന്നുന്നുണ്ടല്ലേ? ഒരു റെയിൽവേ ട്രാക്കിൽ കൊലപ്പെടുത്തിക്കൊണ്ടിട്ടതാണോ എന്ന സംശയമുണ്ട്. അതോ പ്രദേശത്ത് അതിന് തൊട്ടടുത്ത് വെച്ച് വല്ല ബലപ്രയോഗമോ മറ്റോ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ പോലീസ് പരിശോധിക്കുന്നു. ആ പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്, പ്രദേശത്ത് താമസിക്കുന്നവർ പറയുന്നുണ്ട്. ഏതായാലും ദാരുണമായ സംഭവമാണ്. എന്താണ് നടന്നത് എന്ന് നമുക്കിപ്പോഴും വ്യക്തതയില്ല. അല്പസമയത്തിനകം തന്നെ പോലീസ് അതിലൊരു വിശദീകരണം നൽകും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് നടന്നതെന്ന്. അതിനുശേഷം നമുക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. ഏതായാലും അമൃത എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റാണ് ഈ വിവരം പോലീസിനെ അറിയിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ട്രെയിൻ സ്റ്റേഷനിലേക്ക് കയറാൻ പോകുന്ന പ്രദേശമാണ് വൈറ്റ്ലയുടെ ആ ഫ്ലൈ ഓവർ എന്ന് പറയുന്നത്. കാരണം ആദ്യം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകുന്ന അങ്ങോട്ടേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ വേഗം കുറയുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ആ മൃതദേഹം പുറം ട്രാക്കിലായിട്ടും അവർക്ക് കാണാൻ പറ്റിയത്. ഏതായാലും അത് അവർ പോലീസിനെ അറിയിച്ചു. ഇപ്പോൾ പരിശോധനയൊക്കെ നടക്കുന്നു.